ഈ യൂറോ കപ്പിലെ ഏറ്റവും താരസമ്പന്നമായ ടീമുകളായിട്ടുള്ള ബെൽജിയവും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കളി തീരുന്നതിന് 4 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ കളിയുടെ 86-ാമത്തെ മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്തു ഫ്രാൻസ് വിജയം പിടിച്ചടക്കിയിരിക്കുകയാണ്. ഇനി ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ ഫ്രാൻസ് ആയിരിക്കാം. അവിടെ അറിയാൻ പറ്റും ക്രിസ്ത്യാനോ ആയിരിക്കുമോ എംബാപ്പെ ആയിരിക്കുമോ ക്വാർട്ടർ കടന്ന് സെമിയിലേക്ക് പോകുന്നത്. ഏതായാലും ഇന്നത്തെ കളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ പതിവ് പോലെ ബിഗ് മാച്ചുകളിൽ പടമായി മാറുന്ന ലുക്കാക്കു ഇന്നും പടം തന്നെ ആയിരുന്നു. പക്ഷെ ഡിബ്രൂന അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചെങ്കിൽ പോലും കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. രണ്ട് ടീമുകളും ഗോൾ കണ്ടെത്താൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കണ്ടത്. എന്നാൽ പോലും ഫ്രാൻസ് ആണ് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. എൻഗോളോ കാന്തെ എന്ന അവരുടെ ഇതിഹാസ നായകൻ മധ്യനിരയിലുള്ള കാലത്തോളം ഫ്രാൻസിനെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. അർജന്റീനയ്ക്ക് കിട്ടിയ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഒരു പക്ഷേ കാൻഡെ ഉണ്ടായിരുന്നെങ്കിൽ ആ കപ്പ് ഫ്രാൻസിന്റെ കയ്യിൽ ഇരുന്നേനെ. കാരണം കാൻഡെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഫുട്ബോളിൽ അത്രമാത്രം വലുതാണ്. ഫ്രാൻസ് കുറച്ച് ലോങ് ഷോട്ടുകളിലൂടെ ബെൽജിയം ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ നോക്കിയെങ്കിലും കാര്യമായിട്ടൊന്നും നടന്നില്ല. 82-ാമത്തെ മിനിറ്റിൽ ഡിബ്രോയിന്റെ ഒരു മികച്ച ഷോട്ട് ഫ്രഞ്ച് ഗോൾ കീപ്പർ മെഗ്നാൻ തടയുക കൂടി ചെയ്തതോടുകൂടി ഇന്നത്തെ ദിവസം ബെൽജിയത്തിൻ്റെതല്ല എന്ന് ആരാധകർക്ക് മനസ്സിലായി തുടങ്ങി. കളി 86-ാം മിനിറ്റിലേക്ക് എത്തിയപ്പോൾ കോളാമുവാനിയുടെ ഒരു അത്യുജ്വല ഷോട്ട് ഫ്രാൻസിന് ലീഡ് നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വളരെ വലിയൊരു ഡിഫ്ലക്ഷനോട് കൂടിയിട്ടാണ് ഈ പന്ത് വലയിലേക്ക് കയറിയത്. ഇതിനുശേഷം തിരിച്ചു വരാനുള്ള സമയം ബെൽജിയത്തിന് ഇല്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഇനി ക്വാർട്ടറിൽ എതിരാളികളായിട്ട് ഫ്രാൻസ് പോർച്ചുഗലിനെ ആയിരിക്കും നേരിടുന്നത്. അവിടെയും നമുക്കൊരു കിടിലൻ പോരാട്ടം കാണാം.